വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ സാധാരണ സെയിൽ ചെയ്യാറുള്ള ഒരു 1 kg വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്യണം. പിന്നെ ഞാൻ ഇവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ 1/4 കപ്പ് മൈദയിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 വട്ടം അരിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇത് ഇതുപോലൊക്കെ വരുന്നത് ഒരു സ്പാച്ചുല വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ നമ്മൾ അരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 3 മുട്ട എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ആ മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യണം. ഇത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതും കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ച് പഞ്ചസാര ഇടല്ലേ, ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് മിക്സായി കിട്ടത്തില്ല. അടിയിൽ കട്ടി പിടിച്ച് കിടക്കത്തേ ഉള്ളൂ. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാവും. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് കുറച്ചായിട്ട് ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ ചെറിയ ചൂടുള്ള 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലും കൂടെ ആ ബാറ്ററിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് റെഡ് കളർ കിട്ടാനായിട്ട് മാജിക് റെഡിൻ്റെ റെഡ് കളർ കിട്ടും. അപ്പോൾ അതും 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ബാറ്ററിലോട്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 1 kg കേക്കിന് 8 ഇഞ്ചിൻ്റെ ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. നല്ലൊരു ടാപ്പ് ചെയ്താലേ എയർ ബബിൾസ് ഒക്കെ പോകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ്. ഇത് എൻ്റെ ഓവനിലൊരു 40-45 മിനിറ്റ് എടുക്കും. ബേക്കിംഗ് ടൈം ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കേക്ക് നാളെ രാവിലെ ഒരു 11 മണിക്ക് കൊടുക്കാനുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രിയിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പം അടുത്ത ദിവസം രാവിലെ ഞാൻ ഐസിങ്ങിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുവാണ്. ഇത് 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ സ്പഞ്ച് 3ആയിട്ട് ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ സ്പഞ്ച് ലെയർ ചെയ്യുമ്പം ഇതേപോലെ ചെറിയൊരു പോർഷൻ സ്പഞ്ച് മാറ്റി വെക്കണം. നമുക്കിത് കേക്ക് ഡെക്കറേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഇതിങ്ങനെ ഐസിങ്ങിനായിട്ട് ബോർഡിൽ ചെറുതായിട്ടൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ നമ്മുടെ സ്പഞ്ച് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുവാണ്. അതിന് ടോപ്പിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ലേയേഴ്സിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടെങ്കിൽ ഗനാഷും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയറും നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ ലെയറും റെഡി ആയി കഴിയുമ്പോൾ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് ഞാൻ ക്രം കോട്ട് കഴിഞ്ഞെടുത്തിരിക്കുന്ന കേക്കാണ്. ഇനി നമുക്കിത് ഹാർട്ട് ഷേപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് ക്രോസ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് സൈഡും ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ സൈഡും അതേപോലെ തന്നെ കട്ട് ചെയ്യണം. എനിക്ക് ഹാർട്ട് ഷേപ്പിൻ്റെ കേക്ക് ടീനി ചെയ്യുന്നതിനെക്കാട്ടിലും കേക്കിന് കുറച്ചും കൂടെ ആ ഒരു ഷേപ്പിൻ്റെ പെർഫെക്ഷനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇനി നമ്മളിത് ഈ ഒരു പോർഷൻ എടുത്ത് ഇതേപോലെ ഇങ്ങനെ മേളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതേപോലെ അപ്പുറത്ത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ആയിട്ടില്ലേ. ചെറുതായിട്ടൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ എൻ്റെ ഇവിടെ ഈ മേൽഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു വി പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ആ മേൽഭാഗമൊക്കെ ചെറുതായിട്ട് ആ ഷേപ്പ് ഒന്ന് വരാനായിട്ട്. അങ്ങനെ നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്രീം വെച്ചെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഹാർട്ട് ഷേപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ലെയർ ചെയ്തപ്പോൾ മാറ്റി വെച്ചിരുന്ന സ്പഞ്ചില്ലേ, ആ സ്പഞ്ച് ഒന്ന് മിക്സിഡ് ജാറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ക്രംസ് ഈ കേക്കിൻ്റെ മേളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന 1 kg വരുന്ന കേക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്.